ലെറ്റൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ നിലവിൽ നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, എന്ത് ചേഞ്ചസ് ആണ് ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ എന്ത് ആക്ഷൻ ആണ് നിങ്ങളിലേക്ക് എടുക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗും കൂടിയാണ്. മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. കൂടാതെ ഇത് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ റീഡിംഗ് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതില് വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. നെഗറ്റീവായിട്ട് വരുന്ന ഒരു എനർജിയും പോസിബിളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ, ചിന്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒരു സ്നേഹം, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം തിരസ്കരിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ വളരെയധികം അവരെ സ്നേഹിച്ചിട്ടുണ്ടാകാം, വളരെയധികം അവരെ കെയർ ചെയ്തിട്ടുണ്ടാവാം, എങ്കിലും അതൊന്നും അവര് കണ്ടിട്ടില്ല എന്നുള്ളതല്ല, കണ്ടില്ല എന്ന് നടിച്ചിട്ട് മാറിയിരുന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ അവര് മാറി വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവുന്നത്, ഈ ഒരു ബന്ധത്തില് ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുന്ന അറിയില്ല, പല കാര്യങ്ങള് ഹൈഡ് ചെയ്ത് നിന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിക്കായാലും ആ സിറ്റുവേഷനിൽ പല കാര്യങ്ങളും ഒരു വ്യക്തത കുറവ് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അവരുടെ തന്നെ സ്വയം അവരുടെ ആക്ഷനിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറയ്ക്കുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുള്ളതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, ഒരു പക്ഷെ നിങ്ങളുടെ ഇടയിൽ മറ്റു വ്യക്തികൾ വന്നതായിരിക്കാം, അതിന്റെ പേരിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് അതൊരു സംശയമായിട്ട് തോന്നിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യം അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുറേയധികം ഹൈഡിങ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ചിലപ്പോൾ മനഃപൂർവ്വം അവരിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, അതൊരു പക്ഷെ പിന്നീട് അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം, അതിന്റെ പേരിൽ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും മറയ്ക്കുന്നു എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്ത് തന്നെ ആയാലും ഇവിടെ ഏസ് ഓഫ് സോർട്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി വേണം എന്ന് തന്നെയാണ് അവര് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ പേരില് നിങ്ങളുടെ ഇടയിൽ, അതായത് ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണകള് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളുടെ പേരില് നിങ്ങളുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം തർക്കങ്ങളും ആർഗ്യുമെന്റ്സും വഴക്കും എല്ലാം നടന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സിറ്റുവേഷൻ, അപ്പോ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് റിയൽ ആയിട്ട് നടന്ന കാര്യം തന്നെ ആയിരിക്കാം, നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന്. അല്ല എങ്കിൽ ഒരുപക്ഷെ അവരുടെ ഒരു തോന്നലായിരിക്കാം. എന്തു തന്നെ ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അവർക്ക് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് വന്നതായി അവർക്ക് തോന്നിയിട്ടുണ്ട്, അത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ അവർ നിങ്ങളോട് പലതും പറയുകയും നിങ്ങൾ തമ്മിൽ വാക്കുതർക്കവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളതൊക്കെ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു പക്ഷേ ചില വ്യക്തികൾക്ക് ഇത് നേരിട്ടുള്ള ഒരു ഫിസിക്കൽ അബ്യൂസ് പോലും, അതായത് അത്തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അടി, അത്തരം കാര്യങ്ങൾ പോലും നടന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു തർക്കവും വഴക്കും എല്ലാം കൊണ്ട് ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് അത്രയധികം വേദന ഉണ്ടാക്കിയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് മുഴുവൻ ഇല്ലാതെയായി എന്ന് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഓക്കെ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ കംപ്ലീറ്റ് തകർന്നു എന്നും നിങ്ങൾ അവരെ ചതിച്ചു, അവരെ വഞ്ചിച്ചു എന്നുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ഹാർമണി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ നല്ലൊരു കണക്ഷൻ, എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് അല്ല. 10 ഓഫ് സോർട്സ് ആണ്. തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് എൻഡിങ് അല്ല, ഇതൊരു തുടക്കം കൂടിയാണെന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ. അതായത് ആ നഷ്ടപ്പെട്ട സ്ട്രെങ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് ഏത് തരം റിലേഷൻഷിപ്പോ ആയിക്കൊള്ളട്ടെ, അതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ. അതിന് യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ട്. കൂടാതെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇതിന്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ യൂണിവേഴ്സിന്റെ ഹെൽപ്പോട് കൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ അട്രാക്റ്റീവ് ആയിട്ട്, വളരെ ഡീപ്പ് ലവ്, ഡീപ്പ് റൊമാൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് 9 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. അത്രയധികം ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ അതായത് നിങ്ങളിങ്ങനെ എല്ലാം, അതായത് ഇമോഷണലി നിങ്ങൾക്ക് എല്ലാം ലഭിച്ചതുപോലെ, അത്രയും തികഞ്ഞ ഒരാളെ പോലെ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഒരു വിഷ് കം ട്രൂ സിറ്റുവേഷൻ ആയിട്ട് അത് മാറും. നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അത്രയും ആ രീതിയിലേക്ക് സിറ്റുവേഷൻ മാറുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ വേൾഡ് കാർഡാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതൊരു ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ എന്താണോ നീഡ്, ആ നീഡ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ആ ഒരു അട്രാക്ഷൻ, ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ലവ്, അട്രാക്ഷൻ എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുന്നു. നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്നുണ്ട്. അത് പലവർക്കും മാരേജ് ആയിരിക്കാം, നിങ്ങളുടെ വ്യക്തിയോടൊന്നിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ആണ്. എന്ത് തന്നെയാണെങ്കിലും ഒരു അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടക്കാൻ പോവുകയാണ്. ആ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപക്ഷെ ഒരു കാലത്ത് ബെഗ് ചെയ്ത് അവരുടെ പുറകെ പോയിട്ടുള്ളതായിരിക്കാം. നിങ്ങൾക്ക് നീതി ലഭിക്കാതിരുന്നിട്ടുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിച്ച ടൈം നിങ്ങൾക്ക് തരാതിരുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇതെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കാണുക. അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ലെവലിലേക്ക് ഈ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ. നമുക്ക് കുറച്ച് ക്ലോസ് നോക്കാം. നമ്പർ 2, ലെറ്റർ യു, രേവതി നക്ഷത്രം, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, ഉത്രട്ടാതി നക്ഷത്രം. നമ്പർ 10, തിരുവോണം നക്ഷത്രം, അനിഴം നക്ഷത്രം. നമ്പർ 4, ലെറ്റർ പി. നമ്പർ 27, ലെറ്റർ എം, ഇടുക്കി ഡിസ്ട്രിക്ട്, ജനുവരി മന്ത്, ഉത്രാടം നക്ഷത്രം, വിശാഖം നക്ഷത്രം. ഇത്രയാണ് ക്ലോസ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എനർജി റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. അടുത്ത റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.